ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോകുന്നത് കൽപ്പറ്റ ടൗൺഷിപ്പ് വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ വീടിൻ്റെ ഹോം ടൂറൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായിരുന്നു മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടൽ. അപ്പോൾ അവിടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാ വീടുകളുടെയും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഉരുൾപൊട്ടലൊക്കെ നടന്ന സമയത്ത് ചേട്ടായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ചേട്ടായിക്കൊക്കെ ഡ്യൂട്ടി ഇവിടെയായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ചേട്ടായി വന്ന് പറയുന്ന കാര്യങ്ങൾ, ചേട്ടായി വന്ന് എല്ലാം ഒന്നും എന്നോട് പറയത്ത് പോലും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു കേട്ടോ. അത്രയും ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ ഒരുങ്ങുന്നത്. നല്ല നല്ല വീടുകളും നല്ല നല്ല സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് അവർക്ക് എല്ലാം ഒരുക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്നൊക്കെ ആലോചിച്ച് ഇരുന്നവർക്ക് ഒരാശ്വാസമാണ് വീടുകളൊക്കെ. പക്ഷേ ഈ വീടുകളിലൊക്കെ താമസിക്കാൻ വരുന്നവരിൽ കുറേ പേരുടെ അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലാതെയാണ് താമസിക്കാൻ വരുന്നത്. അവർക്കൊക്കെ അതെന്നും മനസ്സിലൊരു വേദനയാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് വേണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അവരുടെ ഗ്രാമം അതുപോലെ തന്നെ വേണമെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീടുകൾ പണിതേക്കുന്നത്. എല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. ഉരുൾ പൊട്ടുന്നതിന് മുമ്പ് ഞാൻ ഈ മേപ്പാടിലൊക്കെ വന്നിട്ടുള്ളതായതുകൊണ്ട് ഈ സ്ഥലമൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമായിരുന്നേ. ഉരുൾ പൊട്ടിയ ഭാഗം കണ്ടോ, അതാട്ടോ ഉരുൾ പൊട്ടി വന്ന ഭാഗം. നഗരത്തിനുള്ളിലെ സുന്ദര ഗ്രാമമാട്ടോ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള ഈ ഒരു ടൗൺഷിപ്പ്. 11.5 കിലോമീറ്റർ റോഡ് ഇതിൻ്റെ അകത്തൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ വീടുകളും കാണാൻ വേണ്ടിയിട്ടൊന്നും പോയെന്നില്ല, എല്ലാ സ്ഥലത്തേക്കും പോയില്ല. അങ്ങ് ദൂരെ അതാ കുറേ വീടുകൾ അവിടെ പണിയുന്നുണ്ട്. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട നല്ല രസമുള്ള സ്ഥലമാട്ടോ ഇത്. 410 കുടുംബങ്ങൾക്കാണ് ഇവിടെ വീട് ഒരുങ്ങുന്നത്. ചേട്ടാ അവിടെ പിടിക്ക്, വഴിയെന്ന് മാറ്റി. മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോഡാണ്. അതുകൊണ്ട് നല്ല തിരക്കുള്ള ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം കൂടിയാണ് ഇത്. ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, അവിടെയൊക്കെ ബ്ലോക്കാക്കി വെച്ചേക്കുക കേട്ടോ. നല്ല പൂന്തോട്ടവും പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേര സമയത്തൊക്കെ എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറയാമല്ലോ. ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. കാണാൻ വരുന്നവർ കുപ്പി, പ്ലാസ്റ്റിക് കവർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാതെയൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വന്ന് കാണുകയൊക്കെ ചെയ്യാം. എല്ലാ വീടുകളും ഒരുപോലെ തന്നെയാണ് പണിതേക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കയറുന്നത് ലിവിങ് റൂമിലേക്കാണ്. പണികളൊക്കെ കഴിഞ്ഞ വീടും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളൊക്കെ ഈ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ അടുക്കള, ഇവിടെ ഒരു ബെഡ്റൂം, അവിടെ ബാത്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. എൽസ്റ്റൺ എസ്റ്റേറ്റിലായി വീടുകളൊക്കെ നിർമ്മിച്ചേക്കുന്നത് ദുരന്ത പ്രതിരോധ രീതിയിലുള്ള വീടുകളാണ് നിർമ്മിച്ചേക്കുന്നത്. ഒരു പ്രകൃതിക്ഷോഭമൊക്കെ വന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള വീടുകളാണ് നിർമ്മിച്ചേക്കുന്നത്. ഒരു ദുരന്തമൊക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേക രീതിയിലാണ് വീടുകളൊക്കെ പണിതേക്കുന്നത്. എല്ലാ വീടുകൾക്കും ഇതുപോലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഭാവിയിൽ സ്റ്റെയർ റൂമായിട്ട് അത് മാറ്റാനോ ഒക്കെ പറ്റും. സ്റ്റെയർ ഇപ്പോൾ പുറത്തൂടെയാണ് ഉള്ളത്. ഇനി ഭാവിയിൽ അകത്തൂടെ ആക്കണമെങ്കിൽ അതിലെ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വാർത്തിട്ടില്ല, വാർക്കാതെ വെച്ചിട്ടുണ്ട്. ഷീറ്റ് പോലെയുള്ള എന്തോ ഒരു സംഭവം അവിടെ ആക്കിയിട്ടുണ്ട്, അവിടെ വാർക്കാതെ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. ഇനി വീട്ടുകാരുടെ ഇഷ്ടം പോലെ അകത്തൂടെ സ്റ്റെയർ ആക്കണമെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലമൊക്കെ ഒരുപാട് പരിശോധനകളെല്ലാം കഴിഞ്ഞ് പ്രകൃതിക്ഷോഭമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ആന, കാട്ടുമൃഗങ്ങൾ അങ്ങനത്തെ ഒന്നും വരുന്ന ഏരിയ ഒന്നുമല്ല, ടൗണ് തന്നെയാണ് കേട്ടോ. ഒരു റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ടെറസിലൊക്കെ കോൺക്രീറ്റ് ഭിത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ 2ാം നിലയൊക്കെ പണിയണമെങ്കിൽ ഒരു കാൽഭാഗം പണികൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. രണ്ടടുക്കളയുണ്ട്. വർക്ക് ഏരിയ.
7 സെൻറ്റ് സ്ഥലമാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത്. ഫുള്ള് മതിലൊക്കെ കെട്ടിയിട്ടാണ് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇവിടെ മതിലൊക്കെ കെട്ടുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ വീടിൻ്റെ അടുക്കള വശത്ത് നിൽക്കുമ്പോൾ ബാക്കിയുള്ള വീടുകളുടെയൊക്കെ അടുക്കള വശം തന്നെയാണ് കാണുന്നത്. അപ്പോൾ അടുക്കള വശത്തൊക്കെ നിന്നുകൊണ്ട് വേണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വീടുകളിലൊക്കെ ഉള്ള ആൾക്കാരോട് വർത്തമാനം പറയാനൊക്കെ പറ്റും. അതുപോലെ തന്നെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് മതിലും കെട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെയാണ് വീട് പണിയുന്നത്. വീടിൻ്റെ 4 വശത്തൂടെയും മുറ്റമൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ പുറത്തൂടെയാണ് ഇപ്പോൾ സ്റ്റെയർ കൊടുത്തേക്കുന്നത്. സ്റ്റെയറിൽ കൂടെ കയറി മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകുവാണ്. പുറത്തുകൂടി ഇപ്പോൾ സ്റ്റെയർ കൊടുത്തേക്കുന്നത് വീട്ടുകാർക്ക് ഹോം സ്റ്റേ പോലൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കൊരു വരുമാന മാർഗ്ഗമൊക്കെ ആവുമല്ലോ. അതുകൊണ്ടാണ് പുറത്തൂടെ സ്റ്റെയർ കൊടുത്തേക്കുന്നത്. അങ്ങനെ അല്ലാതെ അവർക്ക് അകത്തൂടെ സ്റ്റെയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 2 കിലോ വാട്ട് പവറിൻ്റെ സോളാറൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് വീടൊക്കെ പണിതേക്കുന്നത്. പിന്നെ ഈ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കുമ്പോൾ നല്ല രസമുള്ള കാഴ്ചയാട്ടോ കാണുന്നത്. പുൽപ്പാറക്കുന്നും മണിക്കുന്ന് മലയും ചെമ്പ്രാപ്പീക്കും മയിലാടിപ്പാറയും പിന്നെ ബാണാസുര സാഗറിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഈ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ എല്ലാ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നാലും കാണാൻ പറ്റും. ടാങ്ക് സോളാർ ഇവിടെ മാലിന്യ സംസ്കരണ സംവിധാനമൊക്കെ ഉണ്ട്. അത് വലിയൊരു ഏരിയയാണ്. പിന്നെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു കൊച്ചു ഗ്രാമമായിട്ട് ഇവിടെ പണിയുന്നത്. ഇനി ഇവിടെ വരാനുള്ളത് വലിയ കമ്മ്യൂണിറ്റി ഹാള്, ഫുട്ബോൾ ഗ്രൗണ്ട്, ഓപ്പൺ മാർക്കറ്റ്, ഹെൽത്ത് സെൻറ്റർ, അംഗൻവാടി, പിന്നെ വഴിവിളക്കുകൾ അങ്ങനത്തെയൊക്കെ ആട്ടോ ഇനി പണിയാനുള്ളത്. മൊത്തം പണികൾ കഴിഞ്ഞ ഒരു വീടാണ് ഇനി ഇപ്പോൾ കാണാൻ പോകുന്നത്. റോഡിൽ കൂടെ നമ്മൾ വണ്ടിയിൽ പോരുമ്പോൾ തന്നെ ഇവിടെ വീടുകളൊക്കെ പണിയുന്നതൊക്കെ കാണാം. പിന്നെ വീടുകളുടെ പണി നടക്കുന്ന കൂടെ തന്നെ റോഡിൻ്റെ പണിയും നടക്കുന്നുണ്ട്. നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ ഓരോരുത്തർക്കും വീടുകളൊക്കെ കൊടുക്കുന്നത്. ചില വീടിൻ്റെയൊക്കെ മുമ്പിൽ പ്ലാവും തൈയും പിന്നെ ചെടികളും ഒക്കെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ എല്ലാ വീടുകളുടെയും പ്ലാന്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞൊരു വീട്ടിലേക്കാണ് ഇപ്പോൾ കയറി വന്നേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ചെരുപ്പൊക്കെ പുറത്ത് അഴിച്ചിടണം, ചെരുപ്പിട്ട് കയറരുതെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ അവിടെ ഉണ്ട്. ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടിട്ടാണ് അകത്തേക്ക് കയറിയത്. കുടിവെള്ളത്തിനുള്ള സൗകര്യം അങ്ങനെയുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെയുള്ള വീടുകൾക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വീടുകളുടെ പണി നടക്കുന്ന കൂടെ തന്നെ ഭൂഗർഭ വൈദ്യുതി ശൃംഖല സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജ് അങ്ങനത്തെ പണികളെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും പോസ്റ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതായതുകൊണ്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന പോലെയാണ് വീടുകളൊക്കെ പണിതേക്കുന്നത്. നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെയൊക്കെ ഉൾവശത്തൊക്കെ. കുഞ്ഞിപ്പെണ്ണ് പൈപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. ഇവിടെ പിന്നെ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്തല്ലേ. മതി മതി മതി. ടൈലുകളൊക്കെ തെന്നലൊന്നും ഇല്ലാത്ത നല്ല സൈസ് ടൈലുകൾ, പിന്നെ AC ഒക്കെ ഭാവിയിൽ വെക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ വീടിൻ്റെ അടുക്കള വശത്തൂടെ ആട്ടോ ഞാനിപ്പോൾ കയറുന്നത്. ഇത് വർക്ക് ഏരിയ ആണ്. ഇവിടെ സിങ്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് പോകുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ സിങ്കും ഫിറ്റ് ചെയ്തു. പിന്നെ അടുക്കളയിൽ നിന്ന് ഇനി ഹോളിലേക്കാണ് ഇറങ്ങുന്നത്. അടുക്കളയിൽ നിന്ന് ഹോളിലേക്ക് എത്തി. അവിടെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ വാഷ് ഏരിയ, ഇവിടെ ബാത്റൂം, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം.
ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.